പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് സംസാരിക്കുവാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ദിവികാനന്ദ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇരിക്കുമ്പോൾ പല വ്യക്തികളുമായിട്ട് ഫോൺ വിളിച്ച് പ്രാർത്ഥനാ സഹായം പറയുമ്പോൾ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു കാര്യം പറയുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ കുടുംബങ്ങളെ തകർക്കുന്ന അല്ലെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ഒന്നാണ് അവിശ്വസ്തത. കാരണം നമുക്കറിയാം, ഇന്ന് പല വ്യക്തികളും പറയും, കുടുംബത്തിൽ ഭാര്യ ജീവിത പങ്കാളി പറയും, എനിക്ക് എൻ്റെ ഭാര്യയെ ഭയങ്കര സ്നേഹമാണ്, അല്ലെ ജീവിത പങ്കാളിയെ ഭയങ്കര സ്നേഹമാണെന്ന് പറയും. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ അതിനകത്തെ അടയാളം എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോട് വിശ്വസ്തതയില്ലെങ്കിൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ സ്നേഹത്തിന്റെ അടയാളം എന്ന് പറയുന്നത് എന്താണ്? വിശ്വസ്തതയാണ്. അപ്പോൾ വിശ്വസ്തത ഇല്ലെങ്കിലോ അവിടെ സ്നേഹം തകർന്നു. സ്നേഹത്തിന്റെ അകത്ത് വിശ്വസ്തനായിരിക്കും ആ വ്യക്തി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആ കുടുംബത്തെ തകർക്കുവാൻ ഒരു വ്യക്തിയാണ് തിന്മ പിടികൂടുന്നത്. ഹവ്വായെ പിടികൂടി ആ കുടുംബ ബന്ധത്തിലെ അവരെ തമ്മിൽ അകറ്റുകയാണ്. അവർ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. ഇന്ന് കുടുംബങ്ങളെ തകർക്കുവാനും ചിലപ്പോൾ ഭർത്താവിനെ ആയിരിക്കാം, ഭാര്യയെ ആയിരിക്കാം ഈ തിന്മയുടെ അരൂപി പിടികൂടി. ഇന്ന് നമുക്കറിയാം, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, അതുകൂടാതെ നിങ്ങൾക്ക് വെറുതെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ മറ്റു വ്യക്തികളുമായിട്ട് സംസാരിക്കുവാൻ പല ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് പോയി ഇന്ന് കുടുംബ ബന്ധങ്ങൾ അവിശ്വസ്തതയായി തീരുന്നു. എന്ത് ചെയ്യുന്നു? ഭർത്താവിന് അവിശ്വസ്തതയുണ്ടെന്നറിയുമ്പോൾ, ഭാര്യയ്ക്ക് അവിശ്വസ്തതയുണ്ടെന്നറിയുമ്പോൾ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ കുടുംബങ്ങൾ പരസ്പരം തകരുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ഫ്രണ്ട്ഷിപ്പായിട്ടും അല്ലെങ്കിൽ മറ്റു സൗഹൃദങ്ങളുമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് വരും. സാത്താൻ ആദ്യം ദൈവം പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാണ് ഹവ്വായുടെ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ പഴങ്ങളെല്ലാം കഴിക്കാമോ, ഏതെങ്കിലും തിന്നരുന്ന് ഇതൊക്കെ സംസാരിച്ചാണ് ആദ്യമേ അടുത്തു കൂടുന്നത്. അതിനുശേഷം സംസാരിച്ച് ദൈവകൽപ്പന ലംഘിച്ച ശേഷം ഹവ്വായും ആദവും തമ്മിൽ അകലുകയാണ്. അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടാകുകയാണ്. അവർ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങിയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വ്യക്തിക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ അടയാളം വിശ്വസ്തതയാണ്. വിശ്വസ്തതയില്ലാതെ ഒരു വ്യക്തി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പുതിയ നിയമത്തിൽ ഈശോ പറയുന്നല്ലോ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനെയാണ് വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുകയോ. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കണം, എങ്കിലേ അവന് സ്നേഹം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സ്നേഹം ഉണ്ടെന്ന് പറയുകയും അതിൽ വിശ്വസ്തതയില്ലെങ്കിലോ അതേത് മേഖലയിലായാലും ആ വ്യക്തി കള്ളത്തരം ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഹൃദയത്തിൽ യഥാർത്ഥ സ്നേഹമില്ലാതെ പുറമെ അഭിനയിക്കുന്ന വ്യക്തിയാണ്. അതിന് സ്നേഹം എപ്പോഴും വിശ്വസ്തതയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, കുടുംബങ്ങൾ തകർക്കുന്ന ഏറ്റവും വലിയ ഇന്നത്തെ കെണിയാണ് അവിശ്വസ്തത. അത് പല രീതി വരെ മാധ്യമത്തിന്റെ അതിപ്രസരണം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അനേക മക്കൾ പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ ഈ മേഖലയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.